ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ആമിക്ക് ബീട്രൂട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ദോശമാവ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആക്കിയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ബീട്രൂട്ടും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അത് നമ്മളെ ദോശമാവിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. കഴിക്കാൻ കുറച്ച് പുറകോട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലെ കളർഫുൾ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴിക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആമിയുടെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ. സൈഡായിട്ട് നമുക്ക് തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വാടി വരുന്ന സമയത്ത് തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇത്തിരി ഒന്ന് അത് മുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത്തിരി പഞ്ചസാര കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം സെറ്റാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ തക്കാളി ചട്നി സെറ്റായിട്ടുണ്ട്. ഇനി താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ അരപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി തക്കാളി ചട്നി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബീട്രൂട്ട് ദോശ നല്ല ക്രിസ്പി ആയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ദോശ ചൂടോടുകൂടി ഇങ്ങനെ പ്ലേറ്റിലിട്ട് സൈഡിൽ തക്കാളി ചട്നിയും കൂടെ വെച്ച് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ആമിയുടെ സ്കൂളിൽ പോകാനുള്ള സമയം അത് കഴിഞ്ഞിട്ട് ഞാനും ദോശ കഴിച്ചേ.